നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി സംസ്ഥാനത്ത് കാലവർഷം തുടരുന്നു. ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശം, 600-ലേറെ വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലായി. കടലാക്രമണം രൂക്ഷം. കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും വർദ്ധിച്ചതോടെ കുട്ടനാട് അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. പമ്പ, മണിമല, അച്ചൻകോവിലാറുകൾ കരകവിഞ്ഞൊഴുകുന്നതോടെ നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി. 5 പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. കടലാക്രമണത്തെ പ്രതിരോധിക്കുന്ന ടെട്രോപാഡ് പുലിമുട്ട് നിർമ്മാണത്തിന്റെ സാധ്യതാ പഠനം ആരംഭിക്കും. ഒറ്റമശ്ശേരി ഉൾപ്പെടുന്ന ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലാണ് സാധ്യതാ പഠനം ആരംഭിക്കുന്നത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂരിൽ ജൂൺ 2 നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവത്തിന്റെ സാംസ്കാരിക ഘോഷയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. സ്വന്തം ഡ്രൈവിംഗിനിടെ അപകടമുണ്ടാകരുതെന്ന ബോധം നമുക്കുണ്ടാകണമെന്നും ഗണേഷ് കുമാർ. തന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെ പരാമർശിച്ച് ശശികല ടീച്ചർ ചേർത്തലയിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. കാലവർഷം ശക്തമായി തുടരുന്നു. ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ വ്യാപക നാശം, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. കടലാക്രമണവും രൂക്ഷമായി തുടരുന്നു. ആലപ്പുഴ ജില്ലയിൽ കനത്ത മഴയിൽ ദുരിതം തുടരുകയാണ്. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൂടുതൽ വീടുകൾ വെള്ളത്തിലായി. തീരമേഖലയിൽ കടലേറ്റവും രൂക്ഷമായി. തൃക്കുന്നപ്പുഴ, പല്ലന, പാനൂർ, ഒറ്റമശ്ശേരി മേഖലകളിലാണ് കടലേറ്റം രൂക്ഷം. തൃക്കുന്നപ്പുഴയിൽ ഒരു വീട് കടലേറ്റത്തിൽ നിലംപൊത്തി. ഒറ്റമശ്ശേരിയിൽ 2 വീടുകൾ ഏതു നിമിഷവും കടലെടുക്കാവുന്ന സ്ഥിതിയിലാണ്. പമ്പ, മണിമല, അച്ചൻകോവിലാറുകൾ കരകവിഞ്ഞൊഴുകി. വിയപുരം, പള്ളിപ്പാട്, കരുവാറ്റ, ചെറുതന പഞ്ചായത്തുകളിലെ വീടുകൾ വെള്ളത്തിലായി. കൈനഗിരി വടക്ക്, വടക്കേ വാവക്കാട്, പരുത്തിവളവ് പാടശേഖരങ്ങളിൽ മട വീണു. വെള്ളം വറ്റിച്ച് 2ാം കൃഷിക്കായുള്ള ഒരുക്കം നടക്കുന്നതിനിടെയാണ് മട വീണതോടെ പാടശേഖരത്തിന് സമീപമുള്ള വീടുകളും വെള്ളപ്പൊക്ക ഭീഷണിയായി. കുട്ടനാട്ടിലേക്ക് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടി. ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തോട്ടപ്പള്ളി പുഴയുടെ വീതി കൂട്ടാൻ നടപടി തുടങ്ങി. ഇതിനായി 15 യന്ത്രങ്ങൾ കൂടിയെത്തിക്കാൻ മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. വീടുകളിൽ വെള്ളം കയറിയതോടെ കൂടുതൽ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി. വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് 7 ക്യാമ്പുകളിലായി 122 കുടുംബങ്ങളിലെ 455 പേരുണ്ട്. അമ്പലപ്പുഴ, കുട്ടനാട്, ചെങ്ങന്നൂർ താലൂക്കുകളിലാണ് ക്യാമ്പ് തുറന്നത്. കുട്ടനാട്ടിൽ 216 കുടുംബങ്ങളിലെ 882 പേർക്കായി ഭക്ഷണം നൽകാനുള്ള ക്യാമ്പും പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ 525 വീടുകൾ തകർന്നു. ഇതിൽ 12 എണ്ണം പൂർണ്ണമായും തകർന്നു. ഈ മാസം 20 മുതൽ ഇതുവരെ 14.52 കോടി രൂപയുടെ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഏത്തവാഴ, നെല്ല്, പച്ചക്കറി, തെങ്ങ്, കപ്പ എന്നിവയാണ് നശിച്ചത്. കൂടുതൽ നാശമുണ്ടായത് ചേർത്തല താലൂക്കിലാണ്. കനത്ത മഴയിൽ ചേർത്തല താലൂക്കിൽ സർവത്ര വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. 3000-ലധികം വീടുകളാണ് വെള്ളത്തിലായിരിക്കുന്നത്. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റും വ്യാപക നാശം വിതയ്ക്കുന്നുണ്ട്. വെള്ളിയാഴ്ച മാത്രം മരം വീണ് താലൂക്കിൽ 5 വീടുകൾക്കാണ് ഭാഗിക നാശനഷ്ടം ഉണ്ടായത്. പട്ടണക്കാട്, കടക്കരപ്പള്ളി, ചേർത്തല നഗരം, വയലാർ, തണ്ണീർമുക്കം, ചേർത്തല തെക്ക് തുടങ്ങിയ എല്ലായിടത്തും വീടുകൾ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ റവന്യൂ വകുപ്പ് സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ആവശ്യഘട്ടത്തിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ ക്യാമ്പുകൾ തുറക്കും. സ്കൂളുകൾ തുറക്കാൻ 2 ദിനങ്ങൾ മാത്രമുള്ളപ്പോൾ വെള്ളക്കെട്ട് മുന്നൊരുക്ക പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ചേർത്തല ഗവൺമെന്റ് സ്കൂളിലെ വെള്ളക്കെട്ടിന് പരിഹാരം തേടി PTA തഹസിൽദാർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. പൊന്നാമലി TKS ഗ്രന്ഥശാല മന്ദിരത്തിന്റെ മതിൽ മഴയിൽ നിലംപൊത്തി. ഒറ്റമശ്ശേരിയിൽ പ്രതിരോധങ്ങൾ തകർത്തും കടലേറ്റം ശക്തമാവുകയാണ്. 3 വീടുകൾ ഏതു സമയത്തും കടലെടുക്കുന്ന സ്ഥിതിയിലാണ്. ഇവിടെ കടൽ വെള്ളക്കയറ്റം 40ഓളം വീടുകളിൽ വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. പ്രദേശവാസികളെ മാറ്റി താമസിപ്പിക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തഹസിൽദാർ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായി. പമ്പ, മണിമല, അച്ചൻകോവിൽ ആറുകൾ കരകവിഞ്ഞതോടെ 100 കണക്കിന് വീടുകളിലും വെള്ളം കയറി. 5 പഞ്ചായത്തുകൾ രൂക്ഷമായ വെള്ളക്കെട്ട്. അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി. 5 പഞ്ചായത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും വർദ്ധിച്ചതോടെ അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. പമ്പ, മണിമല, അച്ചൻകോവിലാറുകൾ കരകവിഞ്ഞതോടെ നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ 5 പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീന ഫലമായി
കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന കനത്ത മഴയിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് വർദ്ധിച്ചതുമാണ് അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത്. 3 ദിവസത്തിനുള്ളിൽ പ്രധാന നദികളിലെ ജലനിരപ്പ് 5 അടിയോളം ഉയർന്നിട്ടുണ്ട്. പ്രധാന നദികൾ കരകവിഞ്ഞതോടെ നദീതീര പ്രദേശത്തെയും താഴ്ന്ന പ്രദേശങ്ങളിലെയും വീടുകൾ വെള്ളത്തിൽ മുങ്ങി. മുട്ടാർ പഞ്ചായത്തിൽ നിരവധി വീടുകളാണ് വെള്ളത്തിലായത്. തലവടി പഞ്ചായത്തിലെ കുന്നുമ്മാടി, കുതിരച്ചാൽ പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളം കയറി. കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപേ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. മിക്ക പഞ്ചായത്തുകളിലും ക്യാമ്പുകൾ ആരംഭിച്ചു. തലവടി പഞ്ചായത്തിൽ ചക്കുളത്തുകാവ് ഓഡിറ്റോറിയത്തിൽ 15 കുടുംബങ്ങളിൽ നിന്ന് 68 അംഗങ്ങളും, മണലേൽ സ്കൂളിൽ തലവടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തകഴിയിൽ തകഴി ദേവസ്വം ബോർഡ് സ്കൂളിൽ 8 കുടുംബങ്ങളിൽ 30 അംഗങ്ങൾ, കരുമാടി DBHSSൽ 5 കുടുംബങ്ങളിൽ നിന്നായി 23 അംഗങ്ങൾ, മുട്ടാർ പഞ്ചായത്തിൽ മുട്ടാർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 15 കുടുംബങ്ങളിൽ നിന്നായി 43 അംഗങ്ങൾ, വിയപുരം പഞ്ചായത്തിൽ വിയപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ 6 കുടുംബങ്ങൾ 24 അംഗങ്ങൾ, പായിപ്പാട് LP സ്കൂൾ 5 കുടുംബങ്ങൾ 11 അംഗങ്ങളും എത്തിയിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾ ക്യാമ്പ് തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എടത്വയിൽ ക്യാമ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നിരണം പടിഞ്ഞാറേ ഭാഗം മുട്ടാർ, തലവടി, എടത്വ, വിയപുരം, തകഴി പഞ്ചായത്തിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. കുട്ടനാട്ടിലെ പ്രധാന പാതകൾ ഉൾപ്പെടെ ഇടറോഡുകൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പ്രം, തകഴി, കേളമംഗലം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. KSRTC ബസ് സർവീസ് നിലച്ചില്ലെങ്കിലും ചെറുവാഹനങ്ങളുടെ സർവീസ് നിലച്ചിട്ടുണ്ട്. തായങ്കിരി കൊടപ്പുന്ന റോഡിൽ വേഴപ്ര കുരിശടിക്ക് സമീപത്തും പടപ്പിൽ മുട്ടുഭാഗത്തും, നീരേറ്റുപുറം കിടങ്ങാ റോഡിൽ മുട്ടാർ ജംഗ്ഷന് സമീപത്തും വെള്ളം കയറിയിട്ടുണ്ട്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയും AC റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന KSRTC സർവീസുകൾ വ്യാഴാഴ്ച മുതൽ നിർത്തിവച്ചിരുന്നു. തലവടി കോടമ്പനാടി ഭാഗം ഏറെക്കുറെ മുങ്ങിയ അവസ്ഥയിലാണ്. നദീതീരങ്ങളിലും പാടശേഖരങ്ങൾക്ക് നടുവിലും താമസിക്കുന്നവർ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് നിലയ്ക്കാത്തതും കനത്ത മഴയും ആശങ്ക കൂട്ടുകയാണ്. വെള്ളിയാഴ്ച രാവിലെ മുതൽ ജില്ലയിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലെ കക്കി, പമ്പ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് നൂറുകണക്കിന് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ജലനിരപ്പ് ഉയർന്നതോടെ മണ്ഡലത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടായി. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ ഗവൺമെന്റ് മോഡൽ സ്കൂൾ, ആമേട LP സ്കൂൾ, തോട്ടപ്പള്ളി, നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചത്. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 11-ാം വാർഡിലെ 3, 5, 7 വാർഡുകളിലെ 5 കുടുംബങ്ങളെയാണ് ഇവിടെ സ്കൂളുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. പ്രസവിച്ച് 7-ാം ദിവസം വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ക്യാമ്പിലെത്തിയ യുവതിയെയും നവജാത ശിശുവിനെയും വൃദ്ധമാതാവിനെയും എച്ച്സലാം MLAയുടെ ഇടപെടലിനെ തുടർന്ന് ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് മാറ്റി. തോട്ടപ്പള്ളി നാലുചിറ സ്കൂളിൽ 400 കുടുംബങ്ങളിൽ നിന്ന് 1100ഓളം പേർ ക്യാമ്പിലുണ്ട്. പൂന്തല വ്യാസ ഓഡിറ്റോറിയത്തിലും 100ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലെ നിരവധി വീടുകളും വെള്ളത്തിലായി. എച്ച്സലാം MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭ ബാലൻ, AS സുദർശനൻ, PG സൈറസ്, മറ്റ് ജനപ്രതിനിധികൾ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ P അരുൺകുമാർ, M സോമൻ, R റിജിമോൻ, K രാജീവൻ എന്നിവർ എച്ച്സലാം MLAയോടൊപ്പം ക്യാമ്പ് സന്ദർശിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. പട്ടണക്കാട് പഞ്ചായത്ത് 3-ാം വാർഡിലെ എളമത്ത ചാലുങ്കൽ റോഡും പരിസര പ്രദേശങ്ങളിലുള്ള 25ഓളം വീടുകളും വെള്ളത്തിലായി. ജനജീവിതം ദുരിതക്കയത്തിൽ. ശക്തമായ മഴയെ തുടർന്ന് പട്ടണക്കാട് പഞ്ചായത്ത് 3-ാം വാർഡിൽ എളമത്ത ചാലുങ്കൽ റോഡും സമീപ പ്രദേശവും വെള്ളക്കെട്ടിലായി. നിരവധി കുടുംബങ്ങൾ ദുരിതക്കയത്തിൽ. പട്ടണക്കാട് പഞ്ചായത്ത് 3-ാം വാർഡിൽ പാറയിൽ വടക്ക് പ്രദേശത്താണ് ജനജീവിതം ദുരിതപൂർണമായത്. പത്മാഷിക്കവല അന്ധകാരനഴി റോഡിൽ നിന്ന് വടക്കോട്ട് എളമത്ത് ചാലുങ്കൽ റോഡിൻ്റെ അവസാനം 500 മീറ്ററോളം ഭാഗം പൂർണ്ണമായും വെള്ളത്തിലാണ്. ഈ പ്രദേശത്തെ 25ഓളം വീടുകളിലും വെള്ളം കയറി. വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ദുരിതപൂർണമായ ജീവിതം. ഏറെ നാളായി തുടരുന്ന ദുരിതത്തിന് പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിപ്പോൾ ഒരു 10-25 വർഷമായിട്ട് റോഡ് ഇങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാണെങ്കിൽ തന്നെ ഈ റോഡ് ക്ലിയർ ആയിരുന്നെങ്കിൽ സഞ്ചാരയോഗ്യമാകുമായിരുന്നു. റോഡിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. ഇത്തവണ കുറച്ച് പൂഴിയൊക്കെ അടിച്ച് ലെവലായിട്ടുള്ളത് മാത്രമല്ല, എങ്കിലും ഇപ്പോൾ ഇങ്ങനെ നടന്നപ്പോൾ കണ്ടാണല്ലോ മൊത്തം വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. അതിൻ്റെ ഇതിൽ തന്നെ പശുക്കളും ഈ വർഷം വരുമ്പോൾ വെള്ളത്തിലാണ്. വെള്ളമൊക്കെ തേയി പറ്റിച്ചൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകണത്. അപ്പോൾ ഇത് പഞ്ചായത്തുകാർ ഈ സമയത്തൊന്നും ഇങ്ങോട്ടും മെമ്പറും ആരും പോലും ഇങ്ങോട്ടൊന്നും വരാറൊന്നുമില്ല. പട്ടണക്കാട് പഞ്ചായത്ത് 3-ാം വാർഡിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാലാകാലങ്ങളിൽ എന്നും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പുറത്ത് കുട്ടികളുടെ കാലത്തെങ്കിലും, നമ്മൾ ചെറുപ്പത്തിൽ ഓർത്ത് നമ്മുടെ പിള്ളേരുടെ കാലത്തെങ്കിലും ഇത് നല്ല ഇതിലാകുമെന്നാണ് വെച്ചാൽ. പക്ഷേ കാലാകാലം മഴ പെയ്താൽ ഇങ്ങനെ തന്നെയാണ്. ഇനി സർക്കാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയാൽ നല്ലതായിരിക്കും. ഞങ്ങൾ പട്ടണക്കാട് പഞ്ചായത്തിൻ്റെ 3-ാം വാർഡിലെ താമസക്കാരാണ്. 1985 തുടങ്ങിയ റോഡിൻ്റെ പണി ഇതുവരെ പൂർത്തിയാകാതെ കിടക്കുകയാണ്. ഇനി ഈ റോഡ് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രസാദ് സാറിൻ്റെ ഒരു ഫണ്ട് കിട്ടിയായിരുന്നു, 10 ലക്ഷത്തിൻ്റെ ഫണ്ട് കിട്ടി. അതിൻ്റെ പേരിൽ കുറച്ച് ഫോർമേഷൻ നടത്തി ബാക്കിയുള്ള കൂടി കൊണ്ട് ബാക്കി വന്ന ഫണ്ട് കൊണ്ട് ചെയ്തതാണ് ഇവിടെ കാണുന്നത്. അതിലേ കൂടി നീന്തിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് മുട്ടപ്പം വെള്ളത്തിൽ നീന്തില്ലേ, ആ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ റോഡ്
ഇനി അടുത്തൊരു ഫണ്ട് നല്ലപോലെ ഫണ്ട് കിട്ടി MLA ഫണ്ടോ MP ഫണ്ടോ കിട്ടിയാൽ മാത്രമേ ഈ റോഡ് ഒരു സുഖമായിട്ട് യാത്രയ്ക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഒരു നവീകരണം നമുക്ക് വേണം. പാലം ഞങ്ങൾ കുറച്ച് പേര് കൂടി, ഈ പ്രദേശവാസികളായ കുറച്ച് പേര് കൂടി പിന്നെ സംഭാവന ചെയ്തിട്ടുള്ള പാലാണിത്. 8-9 തെങ്ങ് വെട്ടി അടിയിട്ടുണ്ട്, പലക അടിച്ച് ഇപ്പോൾ ചെറിയ ചെറിയ വണ്ടിക്ക് കയറി പോകാവുന്നതാണ്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്ന തുറവൂര് ചെന്ന് കയറുന്ന റോഡാണിത്. അപ്പോൾ ഈ റോഡിൻ്റെ ഒരു നവീകരണമാണ് ഇനി നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. പിന്നെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് എല്ലാ വർഷവും ഇത് ഉള്ളതാണ്. ഇത് കാലാകാലം ഇപ്പോൾ പെയ്ത്ത് വെള്ളമാണ്. പിന്നെ അതിന് പറ്റിയ കാര്യം വെച്ചാൽ നേരത്തെ പൊഴി മുറിച്ച് മണ്ണ് മാറ്റുമെന്നുണ്ടെങ്കിൽ കുറേ വെള്ളം ഒഴുകി കിട്ടും. അത്രേ ഉള്ളൂ. ടൈം ന്യൂസ് ചേർത്തല. കടലാക്രമണത്തിന് പ്രതിരോധിക്കുന്ന ടെട്രോപാഡ് പുലിനിർമ്മാണത്തിൻ്റെ സാധ്യതാ പഠനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ചേർത്തല മണ്ഡലത്തിലെ ഒറ്റമശ്ശേരി ഉൾപ്പെടെ ആലപ്പുഴ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ തീരപ്രദേശങ്ങളിലാണ് ടെട്രോപാഡ് ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന് സാധ്യതാ പഠനം ആരംഭിക്കുന്നത്. ചെല്ലാനം മാതൃകയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റമശ്ശേരി ഉൾപ്പെടുന്ന ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലാണ് സാധ്യതാ പഠനം നടത്തുന്നത്. കടലാക്രമണം രൂക്ഷമായ ചെല്ലാനത്ത് ഇത്തരം പ്രതിരോധ സംവിധാനം നേരത്തെ നിർമ്മിച്ചിരുന്നു. കടലാക്രമണം പ്രതിരോധിക്കുന്നതിൽ ഇത്തരം പുലിമുട്ടുകൾ അവിടെ വിജയം കണ്ടു. അതുപോലെ പ്രതിരോധ സംവിധാനത്തിലുള്ള സാധ്യതാ പഠനം നടത്താനാണ് തീരുമാനം. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ തീരദേശ വികസന കോർപ്പറേഷൻ MD ഷെയ്ഖ് പരീദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒറ്റമശ്ശേരി ഉൾപ്പെടെ തീരദേശ മേഖല സന്ദർശിച്ചു. ചെല്ലാനത്ത് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ രണമൂർത്തി, ചീഫ് എഞ്ചിനീയർ വിശ്വനാഥ്, തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം PA ഹാരിസ് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കാലവർഷം ആരംഭിച്ചതോടുകൂടി കടലാക്രമണം പല സ്ഥലങ്ങളിലും ശക്തമാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് അത് പ്രതിരോധിക്കാനുള്ള വലിയ പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നത്. ചെല്ലാനമടക്കത് മാതൃകാപരമാണ്. എന്നാൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ടെട്രാപോഡോടുകൂടി നടക്കുന്ന ചില വർക്കുകൾ പുരോഗമിക്കുമ്പോൾ ഒട്ടും കടൽഭിത്തി ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പൂന്തറയിൽ നടത്തി പരീക്ഷിച്ച് വിജയിച്ച ഓഫ്ഷോർ ബ്രേക്ക് വാട്ടർ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ പുന്നപ്പറയിലും, ആലപ്പുഴയിൽ തുമ്പോളി, പൊള്ളേത്തൈ, ചേർത്തലയിൽ ഒറ്റമശ്ശേരി എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, തീരദേശ വികസന കോർപ്പറേഷന്റെ MD ഷെയ്ഖ് പരീദ്, ഡീപ് വാട്ടർ മിഷന്റെ നാഷണൽ ഡയറക്ടർ ഡോക്ടർ രാമമൂർത്തി, തീരദേശ വികസന കോർപ്പറേഷന്റെ ചീഫ് എഞ്ചിനീയർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ആ പ്രദേശത്തെ MLA-മാരായിട്ടുള്ള PP ചിത്തരഞ്ജൻ, H സലാം എന്നിവരുമായി ചർച്ച നടത്തി ബഹുമാനപ്പെട്ട ഇതിനാകെ നേതൃത്വം കൊടുക്കുന്ന ഫിഷറീസ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിസഭയുടെ അംഗീകാരത്തിന് സമർപ്പിച്ച് 100 കോടിയുടെ പദ്ധതി അടിയന്തരമായിട്ട് ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് നടപ്പിലാക്കാനാണ്. പുന്നപ്പുറ, തുമ്പോളി, പൊള്ളേത്തൈ എന്നിവിടങ്ങളിലും സാധ്യതാ പഠനം നടത്തും. മന്ത്രി P പ്രസാദ്, MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം എന്നിവരുമായി സംഘം ചർച്ച നടത്തി. സാധ്യതാ പഠനം വിജയിച്ചാൽ ചെല്ലാനത്തിന് സമാനമായ മാറ്റം ഒറ്റമശ്ശേരി ഉൾപ്പെടുന്ന തീരമേഖലയിൽ ഉണ്ടാകും. ടൈം ന്യൂസ് ചേർത്തല. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ സ്കൂളിൽ ജൂൺ 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25-26 സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന് കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അത് ഏറ്റവും മികച്ച നിലയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജൂൺ മാസം 2-ാം തീയതി രാവിലെ 9:30 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഈ പ്രവേശനോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട മന്ത്രിമാർ സജി ചെറിയാൻ, P പ്രസാദ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, അതുകൂടാതെ MP-മാരായ ശ്രീ KC വേണുഗോപാൽ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നമ്മുടെ ജില്ലയിൽ നിന്നുള്ള മറ്റ് MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതോടുകൂടെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം
ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. 2-ാം തീയതി രാവിലെ 8:30 മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും. ആ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കലവൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. 9 മണിക്ക് പുതുതായി വന്നിരിക്കുന്ന കുട്ടികളെ, നവാഗതരായ കുട്ടികളെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സ്വീകരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വിശിഷ്ടാതിഥികളെല്ലാം എത്തിക്കഴിയുമ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ഗാനം, ആ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരം അത് അവിടെ അരങ്ങേറും. കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവം. ജൂൺ 2-ന് രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും. കലവൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിക്കുക. 9 മണിക്ക് നവാഗതരായ കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കും. മുഖ്യമന്ത്രിയും അതിഥികളും എത്തിക്കഴിയുമ്പോൾ പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരം നടക്കും. കുട്ടികളോടൊപ്പം ഇരുന്നാകും മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ദൃശ്യാവിഷ്കാരം ആസ്വദിക്കുക. പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, കൃഷിമന്ത്രി പി പ്രസാദ്, പ്രതിപക്ഷ നേതാവ് BD സതീശൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. KC വേണുഗോപാൽ MP, ഉടുക്കുന്നിൽ സുരേഷ് MP, ജില്ലയിൽ നിന്നുള്ള MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും. സമ്മേളനത്തിന് ശേഷം 3000 പേർക്ക് സദ്യയും വിളമ്പും. പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി സംഘാടക സമിതി നിരവധി അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നതായി ചിത്തരഞ്ജൻ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആശങ്കകൾ വഴിമാറി. പ്രവേശനോത്സവത്തിൻ്റെ സാംസ്കാരിക ഘോഷയാത്ര ശ്രദ്ധേയമായി. കലവൂരിൽ നടന്ന സാംസ്കാരിക ഘോഷയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തിങ്കളാഴ്ച കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാനതല പ്രവേശനോത്സവത്തിന് മുന്നോടിയായി കലവൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കനത്ത മഴ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും ഘോഷയാത്രയുടെ സമയം എത്തിയതോടെ മഴ പൂർണ്ണമായും ഒഴിഞ്ഞു നിന്നത് വിദ്യാർത്ഥികളിലും സംഘാടകരിലും ആവേശം ഇരട്ടിയാക്കി. സ്കൂളിലെ SPC വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ അണിനിരുന്ന ഘോഷയാത്രയിൽ ഏറ്റവും മുന്നിൽ വിവിധ വർണ്ണക്കുടകളിലായി കുട്ടികൾ നടന്നു നീങ്ങിയത് വർണ്ണക്കാഴ്ചയൊരുക്കി. സംഘാടക സമിതി ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. മണ്ണഞ്ചേരി ചിയാംവെളിയിൽ നിന്നും കലവൂരിലേക്കാണ് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത്. കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ എത്തിയ സാംസ്കാരിക ഘോഷയാത്രയിൽ അധ്യാപകർ, രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ, സാമൂഹിക സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, വിവിധ വകുപ്പ് ജീവനക്കാർ എന്നിവർ പങ്കാളികളായി. തുടർന്ന് കലവൂർ സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ, മരരുക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, ഹെഡ്മിസ്ട്രസ് മേരി ആഗ്നസ്, പ്രിൻസിപ്പൽ N മഞ്ജു, PA ജുമൈലത്ത, തിലകമ്മ വാസുദേവൻ, KP ഉല്ലാസ്, PTA പ്രസിഡന്റ് മോഹൻദാസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. സ്വന്തം ഡ്രൈവിംഗിനിടെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവരവർ തന്നെ ശ്രദ്ധിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ KSRTC മാവേലിക്കരയിൽ തുടങ്ങിയ അത്യാധുനിക ഡ്രൈവിംഗ് സ്കൂളിന്റെയും ടെസ്റ്റ് ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബോധവൽക്കരണത്തിൽ ഏറ്റവും ആളെ പങ്കാളികളാക്കാനും സംശയങ്ങൾ തീർക്കാനും ഉതകുന്നൊരു അതിഗംഭീരമായ ആപ്പാണ് വരാൻ പോകുന്നത്. കേരള MVD റോഡ് സേഫ്റ്റി അതോറിറ്റി ചേർന്നാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ ഒരുവിധം എല്ലാവരും ഈ ട്രാഫിക് ബോധവൽക്കരണം ഈ 5 month തന്നെ അത് ലോഞ്ച് ചെയ്യും. അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കുന്ന കുട്ടികളെ 2000 കുഞ്ഞുങ്ങളെ കോളേജ് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷ നടത്താം. കേരളത്തിലെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷ നടത്താം. 3 മാസത്തിലൊരിക്കൽ ഇൻസ്ട്രക്ടർമാർക്ക് പരീക്ഷ എഴുതും. ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ മാസവും ഒരു പരീക്ഷ എഴുതും. കുഴപ്പമില്ല, ഇന്നിപ്പോൾ പരീക്ഷ എഴുതി തോറ്റ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും എഴുതാം. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 10 മാസം കഴിഞ്ഞാണ് കഴിഞ്ഞ വർഷം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് അത് രാവിലെ പാസ്സായാൽ ഉച്ചയ്ക്ക് ഒരു 2 മണിയോടെ ഓഫീസർ സൈറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അടുത്ത നിമിഷം ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് വന്നിറങ്ങുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 10 മാസം. ഞാൻ മന്ത്രിയായി വരുമ്പോൾ 10 മാസം 12 മാസം കഴിയാതെ കിട്ടൂലായിരുന്നു.
RC ബുക്ക് 10 മാസം കഴിഞ്ഞ് വണ്ടി രജിസ്റ്റർ ചെയ്തു, പെർമിറ്റ് എടുക്കാൻ പറ്റില്ല, RC ബുക്ക് കൈ കിട്ടില്ല. അന്യ സംസ്ഥാനത്ത് ലോറിയാണെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോകാൻ പറ്റില്ല, ബസ്സാണെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോകാൻ പറ്റില്ല. എന്നറിയാം, ഇത് കാർഡില്ല, അതിന് പകരം RC ബുക്കും. മോട്ടോർ വാഹന വകുപ്പ് ആരംഭിക്കുന്ന ലേണേഴ്സ് ആപ്പിലൂടെ 18 വയസ്സുള്ളവർക്ക് ഡ്രൈവിംഗ് എളുപ്പത്തിൽ മനസ്സിലാക്കാം. കൺസെഷനും മറ്റും ഡിജിറ്റലാക്കുന്നതോടെ KSRTC യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും. എല്ലാ സ്റ്റേഷനുകളിലും ക്യാമറ എന്ന ലക്ഷ്യം നടപ്പാകുമെന്നും KSRTCയിൽ നഷ്ടം കുറഞ്ഞു തുടങ്ങിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്വന്തം ഡ്രൈവിങ്ങിനാൽ അപകടമുണ്ടാകരുതെന്ന ബോധം നമുക്കുണ്ടാകണം. ലൈസൻസിന്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കണമെന്നും പുതുതലമുറയ്ക്കായി ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡ്രൈവിംഗ് സ്കൂളിലെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ്, രക്ഷകർത്താവ് ഇനി സുരക്ഷാകർത്താവ്, ഡ്രൈവ് അവേ ഫ്രം ഡ്രഗ്സ് തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ MS അരുൺകുമാർ MLA അധ്യക്ഷനായി. മാവേലിക്കര നഗരസഭാ അധ്യക്ഷൻ നൈനാൻസി കുറ്റിശ്ശേരിൽ, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, തലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണകുമാരി, നഗരസഭാ അംഗം R രാജേഷ്, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, RTO AK ദിലു, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി ചന്ദ്രൻ, ഡിപ്പോ എഞ്ചിനീയർ G കിഷോർ, STC പ്രിൻസിപ്പൽ RS സലിംകുമാർ, മാവേലിക്കര SBI ചീഫ് മാനേജർ VG ശ്രീജ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഗതാഗത വകുപ്പിന് മാവേലിക്കരയിൽ KSRTC ഡ്രൈവിംഗ് സ്കൂൾ അനുവദിച്ചത്. MLAയുടെ പ്രാദേശിക വികസന പദ്ധതിയിലാണ് KSRTC മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് പൂർത്തീകരിച്ചത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ലയൺസ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിച്ചു. ആലപ്പുഴ സഹൃദയ ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ വൃക്കരോഗികളായ സാധുജനങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ് പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ സഹൃദയ ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് മെഷീനുകളുടെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318Cയുടെ പരിധിയിൽ ആലപ്പുഴ റീജിയനിലുള്ള 11 ക്ലബ്ബുകൾ ചേർന്ന് രൂപീകരിച്ച ലയൺസ് കെയർ ഫോർ ലൈഫ് എന്ന സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ സഹൃദയ ആശുപത്രിയിൽ ഡയാലിസിസ് മെഷീനുകളുടെ ഉദ്ഘാടനം നടന്നു. വൃക്കരോഗികളായ സാധുജനങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ് നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. റീജിയനിലെ അമ്പലപ്പുഴ, പുന്നപ്ര, ആലപ്പി സൗത്ത്, ആലപ്പി ഗ്രേറ്റർ, ആലപ്പുഴ സെൻട്രൽ, ആലപ്പുഴ NRI, ആലപ്പി ക്യൂൻസ്, മുഹമ്മ, ചേർത്തല കൊയർലാൻഡ് എന്നീ ക്ലബ്ബുകൾ ചേർന്നാണ് സൊസൈറ്റിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഡയാലിസിസ് മെഷീനുകളുടെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപത മെട്രോപൊലിത്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു. എല്ലാ മനുഷ്യരിലും നന്മയുടെ അംശമുണ്ടെന്നും ആ നന്മയുടെ ഭാഗമായിട്ടാണ് ഡയാലിസിസ് മെഷീനുകൾ സംഭാവന ചെയ്യുവാൻ ലയൺസ് സംഘങ്ങൾക്ക് സാധിച്ചതെന്നും അവയൊന്നും ജനങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തത് കൊലപാതകം, ബലാത്സംഗം, അഴിമതി, അക്രമങ്ങൾ തുടങ്ങിയ വിവാദപരമായ വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതുകൊണ്ടാണെന്നും ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. ലയൺസ് കെയർ ഫോർ ലൈഫിന്റെ പ്രസിഡന്റ് TG സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318Cയുടെ ഗവർണർ രാജനൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഏരിയ ലീഡറും മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാനുമായ അഡ്വക്കേറ്റ് V അമർനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി അഡ്വക്കേറ്റ് T സജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ ഗവർണർ എബ്രഹാം പഞ്ഞിക്കാരൻ, പ്രൊഫസർ TN പ്രിയകുമാർ നന്ദഗിരി, KA രാജു, TK അരുൺ, സഹൃദയ ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. തൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെ പരാമർശിച്ച് സംസാരിക്കുകയായിരുന്നു ശശികല ടീച്ചർ. ചേർത്തലയിൽ ടൈം ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അവർ. പറയേണ്ടത് കേട്ടവരാണ്. അതൊരു അരമണിക്കൂർ പ്രസംഗം പൂർണ്ണമായിട്ട് കേട്ടാൽ ഞാനത് ഏത് തലത്തിലാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി. പക്ഷെ മാധ്യമങ്ങൾ അറ്റത്തുനിന്നും ഒക്കെ ഓരോ കഷ്ണം എടുത്ത് അതിനെ വെച്ചുകൊണ്ടാണ് പിന്നെ ചർച്ച പോകുന്നത്. കാരണം സത്യം പിന്നെ ആർക്കും അറിയണ്ട. ഞാൻ ആ പരിപാടി പലവട്ടം പറഞ്ഞു, എനിക്ക് തന്നെ പറഞ്ഞു മടുത്തുപോയി. അത് പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൻ്റെ ഫണ്ട് ലാപ്സാക്കുന്നതിനും ഫണ്ട് വകമാറ്റുന്നതിനും ഒക്കെ എതിരെ, അതേപോലെ തന്നെ രാസലഹരി സമൂഹത്തിൽ പ്രചരിക്കുന്നതിനും എതിരെയായിക്കൊണ്ട് വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പ് കളക്ടർ ഓഫീസുകൾക്ക് മുന്നിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച ധർണയിലായിരുന്നു ഞാൻ സംസാരിച്ചത്. 13 ജില്ലാ ആസ്ഥാനങ്ങളിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും ആ ധർണ നടന്നിരുന്നു. പാലക്കാട്ട് ധർണ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. അതിൽ പരാമർശിക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ ഫണ്ട് കോടിക്കണക്കിന് രൂപ ലാപ്സായതും വകമാറ്റിയതും പരാമർശിക്കുമ്പോൾ തൊട്ട് തലേ ദിവസം പാലക്കാട് മലമ്പുഴയിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നടത്തിയ ഒരു പരിപാടി, ആ പരിപാടിയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇങ്ങനൊരു കലാരൂപം കൊണ്ടുവന്നതിനെ ഞാൻ പരാമർശിച്ചു. കാരണം പട്ടികജാതി പട്ടികവർഗ ഫണ്ടാണ് അവിടെ വിനിയോഗിച്ചത്. ആ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ റെമ്യൂണറേഷൻ കൈപ്പറ്റിക്കൊണ്ട് കലാപരിപാടി അവതരിപ്പിക്കാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ ലക്ഷങ്ങളെ ആകർഷിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് പാരമ്പര്യ കലാകാരന്മാരുണ്ട്.
ഒരു വികസന വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെലവഴിക്കുമ്പോൾ അവർക്കായിരുന്നു വേദി കൊടുക്കേണ്ടിയിരുന്നത്. കാരണം അവരെ മറ്റൊരാൾ ലക്ഷങ്ങൾ പറഞ്ഞു കൊണ്ടുപോകില്ല. അതിനൊറ്റ ഉദാഹരണമേ ഉള്ളൂ. ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഒരു പരിപാടിയാണ് നടന്നിരുന്നത് എങ്കിൽ ആ വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു കലാരൂപം അവിടെ നടത്തുമായിരുന്നു? നടത്തില്ലല്ലോ. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ആകുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ല എന്ന ഒരു ധാരണയിലാണോ ഇത് ചെയ്തത്? അപ്പോൾ ആ ഫണ്ട് വകമാറ്റിയതിനെതിരെയാണ് പറഞ്ഞത്. അവിടെ അവതരിപ്പിക്കേണ്ടിയിരുന്ന സർക്കാർ ഫണ്ട് ഇവർക്കല്ല കിട്ടേണ്ടിയിരുന്നത് അവർക്കാണ്. 2, സമൂഹത്തിൽ രാസലഹരിയുടെ വ്യാപനത്തിനെതിരെ കേരളം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു, എൻ്റെ കൈവശം ഉണ്ടായിരുന്നു, ഞാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി സർക്കാരിൻ്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കരുത്. കാരണം ചില സന്ദേശങ്ങൾ നമുക്ക് യുവജനങ്ങൾക്ക് കൊടുക്കാനുണ്ട്. ആ സന്ദേശം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടണം. അല്ലാതെ നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കരുത്, നിങ്ങൾ രാസലഹരി ഉപയോഗിക്കരുത് എന്നിങ്ങനെ ക്ഷീരബല 101 ആവർത്തിക്കുന്ന പോലെ ആവർത്തിച്ചാൽ ആരും ഉപയോഗിക്കാതിരിക്കില്ല. ഫലം നേരെ തിരിച്ചാ. ഈ പറയും തോറും നിങ്ങൾ അരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കൗമാരക്കാരുടെ യുവജനങ്ങളുടെ ഇടയിൽ ഒന്ന് നോക്കിക്കളയാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവർക്ക് പോസിറ്റീവായ ചില സന്ദേശങ്ങളാണ് കൊടുക്കേണ്ടത്. അത്തരമൊരു സന്ദേശമല്ല മുഖ്യമന്ത്രി തോളത്ത് തട്ടിക്കൊണ്ട് അങ്ങനെ ഞാൻ ഉപയോഗിച്ചു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞൊരു വ്യക്തി മുഖ്യമന്ത്രി തോളത്ത് തട്ടുകയും വേദിയിൽ കയറ്റുകയും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ആതിഥ്യമരുളുകയും ചെയ്തതിനെതിരെയാണ് ഞാൻ പറഞ്ഞത്. രാസലഹരിയുടെ വ്യാപനത്തിനെതിരെ സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ട ഈ സമയത്ത് ഇതാകരുതായിരുന്നു എന്ന അഭിപ്രായം എനിക്കിപ്പോൾ. സമൂഹത്തിൽ രാസലഹരിയുടെ വ്യാപനത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന കേരള സർക്കാർ ഞാൻ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി സർക്കാരിൻ്റെ അതിഥിയായി ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്നത് സമൂഹത്തിലെ യുവജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ത് സന്ദേശമാണെന്ന് ശശികല ടീച്ചർ പറഞ്ഞു. ഒരു വികസന ഫണ്ടിൻ്റെ ചെലവ് ഉപയോഗിച്ച് ആ പരിപാടി നടത്തുമ്പോൾ ആ ആൾക്കാർക്കായിരുന്നു മുൻഗണന നൽകേണ്ടിയിരുന്നതെന്നും അരമണിക്കൂർ ദൈർഘ്യമുള്ള പ്രസംഗമായിരുന്നു തൻ്റേതെന്നും മുഴുവനായി കേട്ടവർക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നും മാധ്യമങ്ങൾ അറ്റത്തും തുമ്പത്തും നിന്നുമുള്ള വീഡിയോകളെടുത്ത് വലിയ വിഷയമുള്ള ചർച്ചയാക്കി മാറ്റുകയാണെന്നും സത്യാവസ്ഥ പിന്നീട് ആർക്കും അറിയണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണെന്നും BDJSന്റെ വാക്കുകളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നും അറ്റവും മുറിയും മാത്രം കേട്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദിയുടെ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്നും ജനാധിപത്യത്തെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന സംഘടനയല്ല ഹിന്ദു ഐക്യവേദിയെന്നും എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശശികല ടീച്ചർ ചേർത്തലയിൽ പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. മദ്യത്തിൻ്റെ പേരിൽ അതിഥി തൊഴിലാളിയെ വീട് കയറി ആക്രമിച്ചെന്ന് പരാതി. പശ്ചിമബംഗാൾ സ്വദേശി ബിമൽ കുമാർ ആശുപത്രി. ചേർത്തലയ്ക്കടുത്ത് അന്ധകാരനടിയിലാണ് സംഭവം. പട്ടണക്കാട് അന്ധകാരനടിയിൽ മദ്യത്തിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് 6-അംഗ സംഘം മറുനാടൻ തൊഴിലാളിയെ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. തലക്കടിയേറ്റ ഇയാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി ബിമൽ കുമാർ മിത്രയ്ക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രി 10:15 അക്രമം. പൊതുമരാമത്ത് കരാറുകാരൻ പോട്ടച്ചിറ സുനിലിന്റെ തൊഴിലാളിയാണ്. 4 വർഷമായി അന്ധകാരനടിയിൽ താമസിക്കുന്ന ബിമൽ കുമാർ മിത്ര സുനിലിന്റെ അന്ധകാരനടിയിലെ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച വീടിന്റെ വാതിൽ തകർത്താണ് അക്രമം. മുറിയിലാകെ ചോര വാർന്ന നിലയിലായിരുന്നു. വീടിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പരിക്കേറ്റ് അവശനായി കിടന്ന ഇയാളെ ആദ്യം തുറവൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. പ്രദേശവാസികളായ 6 പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിൽ 5 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ ജയിലിലായിരുന്ന പ്രതി മരിച്ചു. ചേർത്തലയിൽ താമസിക്കുന്ന ഇടുക്കി സ്വദേശി 45 വയസ്സുള്ള ജെയ്സനാണ് മരിച്ചത്. ചേർത്തലയിൽ 5 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ ജയിലിലായിരുന്ന പ്രതി മരിച്ചു. ചേർത്തലയിൽ താമസിക്കുന്ന ഇടുക്കി സ്വദേശി ജെയ്സനാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. UKG വിദ്യാർത്ഥിയായ 5 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ അമ്മയുടെ ആൺ സുഹൃത്തായ ജെയ്സൺ ജയിലിലായിരുന്നു. ഇടുക്കി ആലങ്കോട് കോരമംഗലം ജെയ്സൺ ഫ്രാൻസിസ് ചേർത്തലയിലായിരുന്നു താമസം. ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചുവെന്ന് കാട്ടി ഗവൺമെന്റ് LP സ്കൂൾ PTA ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ജെയ്സൺ 3 വർഷമായി കുട്ടിയുടെ അമ്മയോടൊപ്പമാണ് കഴിയുന്നത്. കൂലിപ്പണിക്കാരനായ ഇയാൾ മദ്യലഹരിയിലാണ് കുട്ടിയെ മർദ്ദിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ആലപ്പുഴ സബ് ജയിലിലായിരുന്ന ജെയ്സനെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതായും അവിടെ വെച്ചാണ് മരിച്ചതെന്നും ജയിലധികൃതർ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളത്ത് ദേശീയപാത നിർമ്മിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് സമരസമിതി നേതാക്കൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജനങ്ങളുടെ അഭിപ്രായം കേട്ടും ശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിച്ചുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നും അവർ പറഞ്ഞു. ഞങ്ങൾ 2 വർഷമായി കായംകുളവുമായി ദേശീയപാതയുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ കായംകുളത്തെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന നിർമ്മാണത്തിനെതിരെയുള്ള സമരത്തിലായിരുന്നു. ആ സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ നിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് യാതൊരുവിധ പഠനങ്ങളുമില്ലാതെ ഈ ഹൈവേ നിർമ്മിച്ചു വരുന്നു. പ്രത്യേകിച്ച് കായംകുളം പോലെ ചിരപുരാതനമായ ഒരു പട്ടണത്തെ
വികലമാക്കുന്ന തരത്തിലേക്ക് എന്ന് സൂചിപ്പിച്ചു. ഇന്ന് അത് യാഥാർത്ഥ്യമാവുകയാണ്. ചതുപ്പ് നിലത്തിൽ കായംകുളത്തിലൂടെ കടലിൻ്റെ 2.18 കിലോമീറ്റർ കടന്നു പോകുന്ന ദേശീയപാത അവർ മണ്ണിട്ട്, അതായത് 11 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് നിർമ്മിക്കാൻ പോവുകയാണ്. തൊട്ടടുത്ത ദിവസം കുരിയാട്ട് നടന്ന അത്യാഹിതത്തിനേക്കാൾ അതിരൂക്ഷമായ ഒന്നാകും കായംകുളത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ഈ അവസരത്തിൽ ഉദ്ദേശിക്കുകയാണ്. അത് സംബന്ധമായി PSC ഉൾപ്പെടെയുള്ള നടത്തിയ പഠനങ്ങളിൽ വളരെ കൃത്യമായവരുടെ മുന്നിൽ ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഞങ്ങൾ DPR ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാ മാനദണ്ഡങ്ങളും ഞങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പോകുന്നത്. അതായത് ഇതിൻ്റെ വ്യവസ്ഥിതി ഇപ്പോൾ മനസ്സിലാക്കുന്നത് കോൺട്രാക്ടർ തന്നെ ഡിസൈൻ ഉണ്ടാക്കുക, പിന്നെ DPR തയ്യാറാക്കുക, നിർമ്മിക്കുക, ബില്ല് മാറുന്നത് പോലും അവസാനം ദേശീയപാത അതോറിറ്റി വെറും ഒരു ഗുമസ്തൻ പണി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. കായൽ നികത്തിയ ചതുപ്പ് നിലത്തിലൂടെയാണ് നിലവിലുള്ള നാഷണൽ ഹൈവേ കായംകുളത്തുകൂടി കടന്നുപോകുന്നത്. കരിപ്പുഴ കനാലിന് ഇരുവശവും 1 കിലോമീറ്ററിലധികം ദൂരം ചെളി നിറഞ്ഞ ചതുപ്പാണ്. ഇവിടെ 11 മീറ്റർ വരെ ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. മേൽമണ്ണിൻ്റെ ഭാരം താങ്ങാനാവാതെ റോഡ് ഇരിക്കാനുള്ള സാധ്യത കൂരിയാടിനേക്കാൾ കൂടുതലാണ് ഇവിടെ. മണ്ണ് പരിശോധനയോ പാരിസ്ഥിതിക പ്രത്യാഘാത പഠനങ്ങളോ ഇവിടെ നടന്നിട്ടില്ല. 61 വർഷം പഴക്കമുള്ള NH പാലം 11 വർഷം മുമ്പ് ബലക്ഷയം കാരണം അറ്റകുറ്റപ്പണികൾ നടത്തി ബലപ്പെടുത്തിയതാണ്. ഇത് പുതിയ ആറുവരിയിൽ നിലനിർത്തിക്കൊണ്ട് നടക്കുന്ന നിർമ്മാണം അപകടകരമാണെന്ന് നേതാക്കൾ പറഞ്ഞു. കായംകുളത്ത് IRC മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെതിരെ ജനകീയ സമരസമിതിയുടെ 2 കേസുകൾ ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. കാലവർഷത്തിൽ കൂരിയാടിനേക്കാൾ ഗുരുതര ദുരന്തം കായംകുളത്ത് സംഭവിക്കുമായിരുന്നു. ജനജീവിതം താറുമാറാക്കും വിധം നഗരത്തെ 2ആയി വിഭജിക്കുന്ന നിർമ്മാണത്തിനെതിരെ 2 വർഷമായി കായംകുളത്ത് ജനകീയ സമരം നടക്കുകയാണെന്നും അവർ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല ട്രാവൻകൂർ പാലസിൽ നടന്ന ജില്ലാ സമ്മേളനം അരൂർ MLA ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് TL റോയ് അധ്യക്ഷത വഹിച്ചു. കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ശനിയാഴ്ച രാവിലെ 10-ന് ട്രാവൻകൂർ പാലസിൽ നടന്ന സമ്മേളനം അരൂർ MLA ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും നാട് നമ്മുടെ കേരളം എന്നുള്ള സംസ്ഥാനത്തിന് ഒരു നിലയിലെത്തിക്കുന്നതും ഇതുപോലെ നല്ല കോൺട്രാക്ടേഴ്സ് വർക്ക് എടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു റോഡ് പൂർത്തിയാകുകയില്ല, അല്ലെങ്കിൽ ഒരു കെട്ടിടങ്ങൾ എന്ത് ഗവൺമെൻറ്റിൻ്റെ എന്ത് വർക്ക് വെച്ചാലും ലൈസൻസ് ഉള്ള കോൺട്രാക്ടേഴ്സ് അതെടുത്ത് ചെയ്യുമ്പോഴാണ് ആ വർക്ക് അവിടെ പൂർത്തീകരണം സംഭവിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് ജനങ്ങളുടെ മുന്നിൽ ശിരസ്സുയർത്തി നിൽക്കുവാൻ സാധിക്കുന്നത് നല്ല കോൺട്രാക്ടേഴ്സ് വർക്ക് എടുക്കുമ്പോഴാണ്. അത് നന്നായിട്ട് പൂർത്തീകരിച്ച് കൃത്യസമയത്ത് ഫണ്ട് വാങ്ങിയെടുക്കുവാൻ കഴിവുള്ള നല്ല കോൺട്രാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ചുറ്റിനും. ജില്ലാ പ്രസിഡന്റ് TL റോയ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന രക്ഷാധികാരി VKC മുഹമ്മദ് കോയ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KJ വർഗീസ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി PV കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി B സലീം, KGCF രക്ഷാധികാരി S രാധാകൃഷ്ണൻ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് P മോഹനകുമാർ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി C രാധാകൃഷ്ണക്കുറുപ്പ്, കൊല്ലം ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VS ശ്രീകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും മറുപടി പ്രസംഗവും തിരഞ്ഞെടുപ്പും നടന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി കൃതജ്ഞതയും ജില്ലാ സെക്രട്ടറി VS ശ്രീകുമാർ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കളവങ്കോടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AS സാബുവിന് സ്വീകരണം നൽകി. ഇതോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന ആശാ ബേബിക്ക് യാത്രയപ്പും ഒരുക്കിയിരുന്നു. ചേർത്തല കളവങ്കോടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AS സാബുവിന് സ്വീകരണം നൽകി. സർവീസിൽ നിന്നും വിരമിക്കുന്ന ആശാ ബേബിക്ക് ഇതോടൊപ്പം യാത്രയപ്പ് നൽകി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് KP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. PK നടരാജൻ സ്വാഗതം പറഞ്ഞു. G ബാഹുലയൻ, MG നായർ, SB ബാബു, UG ഉണ്ണി, AP പ്രകാശൻ, സജിമോൾ, ME കുഞ്ഞുമുഹമ്മദ്, സുരേഷ്, സനീഷ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PR കാർത്തികേയൻ, MN ഉദയപ്പൻ, R അജയൻ, AD സുനിൽ, ലീന രാധാകൃഷ്ണൻ,
ബിന്ദു സജീവ്, സുനിമോൾ, ബാങ്ക് സെക്രട്ടറി KT ആനന്ദ്, ജീവനക്കാരായ ആശ ബേബി, P സജിത, KN ലത, PO ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AS സാബു, 26 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ആശ ബേബി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഡെപ്പോസിറ്റുകൾ ധാരാളമായി വന്നു. കളമക്കുളം സർവീസ് സഹകരണ ബാങ്കിലുണ്ട് നല്ല ഡെപ്പോസിറ്റ് ഇല്ലേ. ഇടയ്ക്ക് പറഞ്ഞു നമുക്ക് നാം ഉദ്ദേശിച്ചതുപോലെ ആയില്ല, എങ്കിലും ലാഭത്തിലേക്ക് നീങ്ങുകയാണ്. 28 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അടുത്ത വർഷവും നിലനിർത്താനായാൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും, പുതിയ ജീവനക്കാരെ വെക്കാൻ വേണ്ടി കഴിയും. ശ്രീമതി ആശ ബേബിയെ പോലെ ബാക്കിയുള്ളവരും ഒരുമിച്ച്, ഇനി വരുന്നവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി കഴിയും. പല ബാങ്കുകളും അങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരെ മോശം അവസ്ഥയിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ബാങ്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ചിലയെല്ലാം താഴെയും പോയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഇപ്പോൾ വളരെ കർശനമായിട്ട് ഈ ബാങ്കുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രജിസ്ട്രാറായിട്ടുള്ള അദ്ദേഹം IAS-കാരനാണ്. അദ്ദേഹം ഒരു 15 ദിവസത്തിലൊരിക്കൽ AR-മാരുമായും JR-മാരുമായും നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഓൺലൈൻ. ടൈം ന്യൂസ് ചേർത്തല. കേരള പത്മശാലിയ സംഘം ചേർത്തല അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് P വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. കേരള പത്മശാലിയ സംഘം ചേർത്തല അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ 45ാമത് താലൂക്ക് കൗൺസിൽ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് P വിശ്വംഭരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. KPS 5-ാം നമ്പർ ശാഖാ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് ON മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S കണ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S കാനാടൻകുട്ടി, B സോമനാഥൻ പിള്ള, PK ശശിധരൻ പിള്ള, N കൃഷ്ണദാസൻ പിള്ള, താലൂക്ക് വൈസ് പ്രസിഡന്റ് G ശശിധരൻ പിള്ള, സംസ്ഥാന വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് അജിതകുമാരി, വനിതാ വിഭാഗം താലൂക്ക് പ്രസിഡന്റ് സീജ, S കണ്ണൻ, NK ഗോപാലകൃഷ്ണപിള്ള, P മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ശക്തമായ വെള്ളക്കെട്ടിനെ തുടർന്ന് ചെത്തി ഹാർബറിലെ താൽക്കാലിക തടയണ മുറിച്ചു. വെള്ളക്കെട്ട് ഒഴിവാകാൻ താൽക്കാലിക തടയണ തടസ്സമായതിനെ തുടർന്നാണ് പൊളിച്ചത്. ചെത്തി ഹാർബറിൻ്റെ പുലിമുട്ട് നിർമ്മാണത്തിനായി കെട്ടിയ താൽക്കാലിക തടയണയാണ് മുറിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് തടയണ മുറിക്കാൻ തീരുമാനിച്ചത്. ഇതിനെ തുടർന്ന് വെള്ളം കടലിലേക്ക് ഒഴുകി തുടങ്ങി. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷം തുടരുന്നു. ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശം, 600-ലേറെ വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലായി. കടലാക്രമണം രൂക്ഷം. കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും വർദ്ധിച്ചതോടെ കുട്ടനാട് അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. പമ്പ, മണിമല, അച്ചൻകോവിൽ ആറുകൾ കരകവിഞ്ഞൊഴുകുന്നതോടെ നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി. 5 പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. കടലാക്രമണത്തെ പ്രതിരോധിക്കുന്ന ടെട്രോപാഡ് പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ സാധ്യതാ പഠനം ആരംഭിക്കും. ഒറ്റമശ്ശേരി ഉൾപ്പെടുന്ന ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലാണ് സാധ്യതാ പഠനം ആരംഭിക്കുന്നത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂരിൽ ജൂൺ 2-ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവത്തിൻ്റെ സാംസ്കാരിക ഘോഷയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സ്വന്തം ഡ്രൈവിംഗിനിടെ അപകടമുണ്ടാകരുതെന്ന ബോധം നമുക്കുണ്ടാകണമെന്നും ഗണേഷ് കുമാർ. തൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെ പരാമർശിച്ച് ശശികല ടീച്ചർ ചേർത്തലയിൽ പറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.